നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്ന ഉദ്വേഗത്തിലാണ് രാജ്യം. ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകുമെന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി അറിയിച്ചത്. സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചില്ലെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് CJP വ്യക്തമാക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഇന്ന് CJPയുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. പോലീസ് അതിക്രമത്തിനെതിരെ ഇന്ന് CJPയുടെ രാജ്യവ്യാപക സമരവുമുണ്ട്. വിശദാംശങ്ങളുമായി ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, എന്തായാലും ഇന്ന് ചർച്ച നടക്കുകയാണ്. എന്തായാലും ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ നിന്നും ആ ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സമരക്കാരും പ്രതിപക്ഷവും എല്ലാം ആവശ്യപ്പെടുന്നത്. അത്തരം ഒരു നീക്കത്തിലേക്ക് BJP കടക്കാനുള്ള സാധ്യതയുണ്ടോ, കേന്ദ്ര സർക്കാർ കടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ചർച്ച ഏത് രീതിയിലാകും? പ്രധാനമന്ത്രി എന്താണ് ഇതിൽ നിലപാടെടുത്തിരിക്കുന്നത്? സ്വാതി, നിർണായകമാണ് ഇന്നത്തെ ദിനം. ഇപ്പോൾ ഏറ്റവും ഒടുവിലും CJPയുടെ ഭാഗത്തുനിന്ന് അഭിജിത് ദീപ്കയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നു. അരമണിക്കൂർ മുമ്പുള്ള ട്വീറ്റിലും അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഏതായാലും ഇന്ന് ചർച്ചയുണ്ട്. ഈ ചർച്ച CJP ആവശ്യപ്പെട്ടതുപോലെയുള്ളൊരു വേദിയിലാണ്. അതായത് CJP നേരത്തെ തന്നെ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ CJP അതിന് വഴങ്ങിയിരുന്നില്ല. കാരണം മന്ത്രിയുടെ വസതിയിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ വന്ന് സമയം കളയാനില്ല എന്നൊരു നിലപാട് CJP സ്വീകരിച്ചു. ഇന്നിപ്പോൾ ഏതായാലും ചർച്ച നടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലാണ്. 12:30ക്കാണ് യോഗം. ആ യോഗത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളത് നിർണായകമാണ്. കാരണം സോനം വാങ്ചുക് ഇപ്പോൾ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കണം എന്നുള്ളത് സർക്കാരിൻ്റെ ആവശ്യമാണ്. കാരണം സർക്കാർ 26 ദിവസമായി അദ്ദേഹം നിരാഹാരം തുടരുകയായിരുന്നു. സർക്കാരിന് ഒരു വലിയ തലവേദനയായി അത് മാറുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ കേന്ദ്രമന്ത്രിമാർ JP നഡ്ഡയും ജിതേന്ദ്ര സിംഗുമാണ് ആശുപത്രിയിൽ സന്ദർശിച്ച് ചില ഉറപ്പുകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അതിനകത്ത് പറയുന്നില്ല. മറിച്ച് സോനം വാങ്ചുക്കിന്റെ ട്വീറ്റിൽ തന്നെ, പ്രതികരണത്തിൽ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പാർലമെന്റിൽ ചർച്ച എന്ന കാര്യം, സർക്കാർ വിശദമായ ചർച്ച എന്ന കാര്യം സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനൊരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ പ്രധാനപ്പെട്ട ആവശ്യമായി സോനം വാങ്ചുക് ഉന്നയിച്ചിരുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികളും പ്രതികാര നടപടികളോ ഉണ്ടാകരുത്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു ഉറപ്പും ലഭിച്ചിരിക്കുന്നു. ആ കുടുംബത്തിന്, അവരുടെ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാം എന്ന ഉറപ്പ് കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ രാജി അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാം എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. അക്കാര്യവും ഏതായാലും സോനം വാങ്ചുക് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷം അടക്കമുള്ളവർ അദ്ദേഹത്തോട് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അടുത്ത മണിക്കൂറിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ സോനം വാങ്ചുക് ജന്തർ മന്ദറിൽ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പോലും ഏതായാലും CJP ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് വെക്കും എന്നുള്ളത് നിർണായകമാണ്. കാരണം സർക്കാരിന് അഭിമാന പ്രശ്നമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എന്താണ് സർക്കാർ പറയാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ തീർച്ചയായും നിർണായകമാണ്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവെക്കും എന്നൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന അടക്കം വരാൻ പോവുകയാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാക്കും തുടങ്ങി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉറപ്പുകൾ നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും 12:30 കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ചർച്ച നടക്കുന്നത്. ആ ചർച്ച തീർച്ചയായും നിർണായകമാണ് ഈ സമരത്തിന്റെ ഭാവിയെ സംബന്ധിച്ച്. സ്വാതി. ശരി രാഗേഷ്, ഇന്ന് രാഗേഷ് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് CJPയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. ചർച്ചകളിലേക്ക് കടക്കുകയാണ്. എന്താകും തീരുമാനം എന്നതടക്കം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട്.